ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഈ റോസ്റ്റ് ഗീ റൈസ്, ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ആദ്യം ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ തൊലി ഇതുപോലെ കത്തിക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ തക്കാളി വെന്ത് വരുമ്പോൾ പെട്ടെന്ന് സ്കിൻ പൊളിച്ചെടുക്കാൻ സാധിക്കും. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം 3 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുവാൻ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കുവാൻ. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്കിനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ 5 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള മുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് ആവശ്യത്തിന് എരിവുള്ളതാണ്. ഇപ്പോൾ പച്ചമുളക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 വലിയ സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് സവോള നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്ന് ബ്രൗൺ കളറായി വരണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ചാനലിൽ പലതരത്തിലുള്ള ചിക്കൻ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സമയമുള്ളപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കാണാൻ മറക്കല്ലേ. ഇപ്പോൾ സവോള നന്നായി വഴന്ന് ആവശ്യത്തിന് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായി വഴന്ന് വരണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് തക്കാളി അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ മീഡിയത്തിൽ വെക്കാട്ടോ ഈ സമയത്ത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി വന്നു. ഒരു 4 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 3/4 കിലോ ചിക്കനുണ്ടിത്. വൃത്തിയാക്കിയതിന് ശേഷമാണ് 3/4 കിലോ. ഇനി ഇവ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ചിക്കനും മസാലയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവ മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. തീ ലോയിൽ വെക്കാട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് സമയമെടുക്കും. പിന്നെ ഓരോ ചിക്കൻ്റെയും മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 22 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുവാണ്. ഇവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഗീ റൈസിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും.
റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്